അതായത് കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട്, കാരണം യമഹ വിൽക്കേണ്ടി വന്നു. കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് യമഹ വിൽക്കേണ്ടി വന്നു. അപ്പോൾ അത് വിറ്റ് പോയതിനു ശേഷം ഭയങ്കരമായിട്ട് എന്തോ വിഷമം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം വണ്ടി കൊടുക്കണതിൻ്റെ ഒരു വീഡിയോ ഞാൻ റീലിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചത് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടൻ്റ് ആണോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞ കണ്ടൻ്റൊന്നുമില്ല, വണ്ടി വിറ്റതാണ്. എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് വണ്ടി വിറ്റിട്ടുണ്ട്. നമ്മൾ ശ്രീകാര്യത്തുള്ള ഒരു നിതിൻ എന്ന് പറഞ്ഞ പയ്യനാണ് ഇപ്പോൾ പുതിയ എൻ്റെ ഇസെറ്റിൻ്റെ ഓണർ. ഇപ്പം നിതിൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. 2019 തൊട്ട് 2023 വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി തൊട്ട് അവൻ നോക്കിക്കോളും. ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടി വിറ്റതിന് ശേഷം. എല്ലാവരും പീസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോട്ട് വയ്യ, ഭയങ്കരമായിട്ട് വണ്ടി ഒരു യമഹ ഉള്ളപ്പോഴേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. എല്ലാവരും ചോദിച്ചു എന്തിനു കൊടുത്തേ എന്നൊക്കെ. തോന്നണം കൊടുക്കണ്ട എന്നാണ്. പക്ഷേ എന്തായാലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴത്തെ എന്തായാലും വണ്ടി മൊബൈൽ അങ്ങനെയൊക്കെ വിൽക്കാനുള്ള നമുക്കുള്ളതിൽ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് നമ്മൾ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, അതും കൂടെ നോക്കിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു യമഹ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു യമഹ തിരിച്ചെടുക്കാൻ പാടാണ്. അതും ഇസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പാടാണ്. എടുക്കാം, പക്ഷേ നല്ല വണ്ടികളൊക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 5 സ്പീഡ് വണ്ടി, ഇസെറ്റ് 5 സ്പീഡിനൊക്കെ ഇപ്പോൾ എന്ത് വിലയെന്ന് പറയണം. 5 സ്പീഡിനൊക്കെ ഇപ്പോൾ 2 സംതിങ് ഒക്കെ വിലയാണ് ഇപ്പോൾ ഇസെറ്റിനൊക്കെ ചോദിക്കണത്. 2 കൂടുതൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പക്ഷെ കൊടുത്തിട്ട് പിന്നെ നമുക്കത് ഒരു വണ്ടി എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊടുക്കേണ്ടി വന്ന് ഇനി പേര് മാറി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരോടും പറയണ കണ്ടന്റിന് വേണ്ടി ചെയ്തെല്ലാം വണ്ടി വിറ്റിട്ടുണ്ട്. ചോദിച്ചു ഇനി അടുത്ത ഏതെങ്കിലും വണ്ടി എടുക്കണം. ഇപ്പോൾ എന്തായാലും ഒരു വണ്ടിയുടെ എടുക്കാനുള്ള വണ്ടി എടുക്കാനുള്ള ഇതിലല്ല ഞാൻ ഇപ്പം. കുറച്ച് ഇപ്പം എൻ്റെ കസിൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ നിൽക്കണതാണ്. വണ്ടി വിറ്റേൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടി കൊടുത്തതിന് ശേഷം ഭയങ്കര വിഷമമായിപ്പോയി. മറ്റേ എനിക്കൊരു പകരം ഒരു 220 ഉണ്ട്. 220 ആണ് ഇപ്പോൾ ഫുൾ ടൈം കൊണ്ടുപോകണത്. ഇസെറ്റ് ഉള്ള സമയത്ത് ഇസെറ്റ് എടുത്ത് ചെത്തി നടക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതില്ല. പിന്നെ ഒരു വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ ഇരട്ടിക്ക് പൈസ ഒപ്പിക്കണം. അതുപോലത്തെ ഒരു 5 സ്പീഡ് വണ്ടി എടുക്കണമെങ്കിൽ കൊടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം മനസ്സിലായത്. ഉള്ളപ്പോഴല്ലേ നമുക്ക് അടിച്ചു പൊളിയായിട്ട് വണ്ടി കൊണ്ടുപോയി, ഇല്ലാത്തപ്പോഴല്ലേ എൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഇസെറ്റില്ല, ഇനി വേറൊരു 2 സ്ട്രോക്ക് വണ്ടി നോക്കണം. നല്ലൊരു വണ്ടി കിട്ടിയാൽ ചിലപ്പോൾ എടുക്കും. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വിറ്റതിന് ശേഷം എല്ലാവരും ചോദിച്ചെടുത്ത് എൻ്റെ അടുത്തൊരു വാക്ക് പറയാത്തതെന്ന്. ഞാൻ വണ്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നേ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ പിന്നീട് നമുക്ക് കൊടുക്കാനുള്ള മനസ്സെനിക്ക് വരൂലായിരുന്നു. ഇത് എല്ലാം പെട്ടെന്നായിരുന്നു. കാരണം ഇതണക്ക് ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വണ്ടി നോക്കി, ഇതണക്ക് ഒരു പയ്യൻ വരും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന് നോക്കി, ഇഷ്ടപ്പെട്ടിട്ട് എന്താണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യന് വണ്ടി വന്ന് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് പോയി. അടുത്ത ദിവസം അവൻ ക്യാഷായിട്ട് വന്നു. പിന്നെ അവന് സെറ്ററിൻ്റെ വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവനും വന്നത്. പിന്നെ എനിക്ക് ആ സമയത്ത് ഫണ്ടിന് കുറച്ച് ആവശ്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ അവന് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് വണ്ടി പോയി നോക്കി, സുരക്ഷിതമാണ്. യമഹ ഉണ്ടെങ്കിൽ എല്ലാവരും പൊന്നുപോലെ തന്നെ നോക്കിക്കോളും. അവന് വേറെ യമഹ ഉള്ളവരായിരുന്നാലും ശരി, യമഹ ക്രൈസ് ഉള്ളവരായാലും ശരി, വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ രീതിയിൽ പൊന്നുപോലെ അവർ നോക്കിക്കോളും. എന്തായാലും വണ്ടി വിറ്റതിന് ശേഷം ഭയങ്കര വിഷമമുണ്ട്. എന്താ പറയുക, യമഹ ഇറ്റ്സ് ആൻ ഇമോഷൻ. ഏറ്റവും കൂടുതലും വിഷമം കയറുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിനകത്തിരിക്കുമ്പോൾ ഒരു യമഹ പോകും. സൗണ്ട് കേൾക്കുമ്പോൾ ചെന്ന് എത്തി നോക്കും, ഇത് എൻ്റെ വണ്ടിയാണോ വെച്ചാൽ. യമഹയുടെ എൻ്റെ വണ്ടി എനിക്ക് കറക്റ്റ് സൗണ്ട് എനിക്കറിയാം. ഞാൻ ഇതൊക്കെ ചാടി ഇറങ്ങിയൊക്കെ നോക്കും, ഇത് എൻ്റെ വണ്ടിയാണോ എന്നൊക്കെ വിചാരിക്കും. അല്ല, ആ വണ്ടിയുടെ സൗണ്ട് ഇപ്പോൾ ഏത് റോട്ടിൽ പോയാലും ഇപ്പോൾ ഒരു യമഹ പോകണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കും. മനസ്സിലായില്ല? ആ സൗണ്ട് നമ്മൾ അത്രയ്ക്ക് അഡിക്റ്റാക്കി ആ വണ്ടിയുടെ, ഒരു യമഹയുടെ സൗണ്ട്. കുറച്ച് നേരം എൻ്റെ അടുത്ത് വണ്ടിയാണ് ചേട്ടൻ്റെ വണ്ടി പോണ സമയത്തൊക്കെ സൗണ്ട് ശ്രദ്ധിക്കുമായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെന്നല്ല, കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഇഷ്ടപ്പെടുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ആവശ്യമായിട്ട് വിൽക്കേണ്ടി വന്നു. കൈസവം ഈ വണ്ടി വിറ്റേൻ്റെ ഒരു കുറച്ച്
ഇത് വിഷമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒന്നും വരാത്തത്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകൾ ഉടനെ വരുന്നതാണ്, ചെയ്യും. ഞാൻ തളർന്നിരിക്കില്ല, ചെയ്യും. അപ്പം എടുക്കൂലെന്നല്ല, എടുക്കണം. വണ്ടിൻ്റെ കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ടാണ് പറയുമ്പോൾ തന്നെ എനിക്കും വിഷമമാണ് വണ്ടി കേസ് പറയുമ്പോൾ. വണ്ടി ഒരുവിധം ആൾക്കാർക്ക് അറിയായിരുന്നു എൻ്റെ അമ്മയെ പറ്റി. പിന്നെ അതുമല്ല, വണ്ടി വിറ്റതിന് ശേഷവും ഇഷ്ടം പോലെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ എത്ര രൂപയ്ക്ക് വിറ്റ്, വണ്ടി കൊടുത്തോ, എൻ്റെ അടുത്തൊരു വാക്ക് പറയാത്തത് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ പറയാൻ സോറി. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഇതെല്ലാം പെട്ടെന്നായിപ്പോയി. പിന്നെ എൻ്റെ വണ്ടി എടുക്കാൻ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വണ്ടി എടുക്കണമെന്ന് വിചാരിച്ച്. എല്ലാം പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ല, എല്ലാം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിപ്പോയി എല്ലാം പെട്ടെന്ന്. എനിക്കും വണ്ടി വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ഓർത്തത് വണ്ടി വിറ്റല്ലേ ഇത്. അയ്യോ, എല്ലാം കൂടെ അങ്ങനെ അങ്ങ് നിൽക്കണം ഗായ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെയാണ്, അവൻ പൊന്നുവില നോക്കിക്കോളും വണ്ടിയെ. എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ ഇരുന്നത് പോലെ എന്നെക്കാളും നല്ല രീതിക്ക് അവൻ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ള വീഡിയോ. ഇനി സംസാരിക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഓക്കെ, ബായ്.